നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേദനിപ്പിക്കല്ലേ മമ്മൂക്ക. മമ്മൂക്കയുടെ പുതിയ ചിത്രം ടർബോയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടന്നു. ഖാലിദ് അൽമേരി എന്ന് പറഞ്ഞ ഇവരുടെ ഈ സിനിമയുടെ തന്നെ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ പങ്കുള്ള ഒരു കമ്പനിയുടെ ആളും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് മമ്മൂക്കയോട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ അവസാന ശ്വാസം വരെ മമ്മൂക്കയ്ക്ക് സിനിമ വേണം എന്നാണ് അദ്ദേഹം എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിലും അഭിപ്രായപ്പെടാറുള്ളത്. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം തിരികെ ചോദിച്ചൊരു ചോദ്യം ഇതുവരെ മമ്മൂക്ക ഫേസ് ചെയ്യാത്തൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം ആളുകൾക്ക് എങ്ങനെ ഓർമ്മിക്കണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പം മമ്മൂക്ക വളരെ 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 ടച്ചിങ് ആയ രീതിയിൽ ഒരു മറുപടി കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശേഷം എന്നെ കൂടിപ്പോയാൽ ആളുകൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരല്ലാത്തവരിൽ എന്നെ എത്ര കാലം ഓർമ്മിക്കും? 1 വർഷം അല്ലെങ്കിൽ 2 വർഷം, അതിലപ്പുറം ഒന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ആളുകൾ ഓർമ്മിച്ച് വെക്കില്ല എന്ന രീതിയിലാണ് മമ്മൂക്ക മറുപടി പറഞ്ഞത്. ശരിക്കും പറഞ്ഞത് സത്യം തന്നെയാണ് മമ്മൂക്ക പറഞ്ഞത്. പക്ഷേ മമ്മൂക്കയുടെ വായിൽ നിന്ന് അത് കേൾക്കേണ്ടി വന്നപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാണ്ടൊരു വേദന വന്നു. കാരണം നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും നമ്മളെ സിനിമ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചതുമായ ആൾക്കാരിൽ ഒരു വലിയ സ്ഥാനമുള്ളത് മമ്മൂക്കയ്ക്കാണ്. മമ്മൂക്കയും മമ്മൂക്കയുടെ സിനിമകളുമാണ് നമ്മളെ ഒരുപാട് കാലം നമ്മളെ മാസ് ആക്ഷൻ രംഗങ്ങളെല്ലാം നമ്മുടെ ഹൃദയം പൊട്ടുന്ന വേദനയുള്ള രംഗങ്ങളായാലും ശരി, മറ്റ് വേഷങ്ങളായി മാസ് നമ്മളെ എന്ന് പറഞ്ഞാൽ ജോസഫ് അലക്സ് മുതലായ എല്ലാ ഒരു പ്രൊഫഷനെ തന്നെ, അതൊരു പോലീസാണ് എങ്ങനെയാവും, കളക്ടർ ആവുന്നത്, വക്കീലാവുന്നത്, ഡോക്ടർ ആവുന്നത്, സാധാരണ നമ്മുടെ മേലയിടത്ത് രാഘവൻ നായരായിട്ട് നമ്മൾ സാധാരണ വീട്ടിലെ മനുഷ്യനായിട്ട് ഇതൊക്കെ നമ്മളെ മനസ്സിലോട്ട് കൊണ്ടുവന്ന ആളാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പൊ മമ്മൂക്ക നമ്മുടെ മനസ്സുകളെല്ലാം ജീവിക്കും, ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ശേഷം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പം വല്ലാണ്ടങ്ങ് വേദനിപ്പിച്ചു മമ്മൂക്ക. അദ്ദേഹത്തിന് ആരും മറക്കില്ല. ഈ കാലമെല്ലാം കഴിഞ്ഞാലും നമ്മുടെ തലമുറയ്ക്ക്, ഇപ്പൊ എല്ലാവരും പോകും, അടുത്ത തലമുറയ്ക്കും മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗം അല്ലെങ്കിൽ ഒരു ലെജൻഡറി ഫിഗർ എന്ന് പറയാൻ വേണ്ടിയിട്ട് മമ്മൂക്ക എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഒരാൾ നമ്മളെ നാളെ എന്താണ് നിങ്ങളെ ഓർമ്മിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വ്യക്തമായിട്ടൊരു മറുപടി പറയുന്ന ഒരാളെ ഇതുവരെ കണ്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അത് മലയാള സിനിമയ്ക്ക് നൽകിയ നേട്ടം വളരെ 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 വലുതായത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗം കൂടി തന്നെയാണ് മമ്മൂക്ക. ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ഒരാൾ അയാളുടെ ഒരു ഏജിനനുസരിച്ച് എങ്ങനെ അത് പറയും എന്നുള്ളതാണ് നമുക്ക് ഇന്റർവ്യൂ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കുറെ ആൾക്കാർക്ക് അതൊരു പ്രചോദനവും ചിലർക്ക് അത് ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളും ഒക്കെയാണ് മമ്മൂക്ക പറയുന്നത്. തുടരെ മമ്മൂക്കയുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ മമ്മൂക്ക വലിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്താണ് സിനിമയെ കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നതും. അദ്ദേഹത്തിന്റെ കാറിന്റെ ക്രേസും മൊബൈലിന്റെ ക്രേസും അതിന് വളരെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫാഷൻ ആയാലും എല്ലാ ലോകത്തും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വലിയ അപ്ഡേഷന്റെ ഭാഗമാണ് നമുക്ക് കിട്ടിയ മലയാള സിനിമ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു നടന് ലഭിക്കാവുന്നതിന്റെ എല്ലാ നേട്ടങ്ങളും നേടി ഇനിയും നേടിക്കൊണ്ടേ ഇരിക്കാൻ ഒരുപാട് യോഗ്യതയുള്ള ഒരു നടനും കൂടിയാണ്. അപ്പം ഒത്തിരി നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നു. മമ്മൂക്കയുടെ അവസാന ശ്വാസം വരെ മമ്മൂക്കയ്ക്ക് സിനിമ വേണമെന്ന് പറഞ്ഞോടെ നമുക്കും എപ്പോഴും മമ്മൂക്കയുടെ സിനിമ വേണം.